ഓക്കെ. അൽ ഫാഇലു കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അൽ ഫാഇൽ, ഇത് ക്രിയ ചെയ്യുന്ന ആൾ. ആ ഉദാഹരണങ്ങൾ നോക്കൂ. ത്വാറൽ ഉസ്ഫൂറു. ത്വാറ എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ്. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി എന്നാണ്. ഉസ്ഫൂർ. ജറൽ ഹിസാനു. ജറ എന്ന് പറഞ്ഞാൽ ഓടി. അൽ ഹിസാനു കുതിര ഓടി. ലഇബൽ വലതു ആൺകുട്ടി കളിച്ചു. നാലാമത്തേത് യഊമു സമക്കു മത്സ്യം നീന്തുന്നു. യഊമു ആമ യഊമു എന്ന് പറയും. സബഹ നീന്തുക എന്നർത്ഥം. വെള്ളത്തിൻ്റെ ഉള്ളിൽ ആഴത്തിൽ നീന്തുക. നീന്തിക്കൊണ്ടിരിക്കുന്നു. അസമക്കു മത്സ്യം. യൽസഉൽ ബഊദു. ലസഅ യൽസഉ എന്ന് പറഞ്ഞാൽ കുത്തുക എന്നാണ്. കൊതുക് കുത്തുന്നതിനാണ് ലസഅ എന്ന് പറയുക. ദംശിക്കുക എന്നൊക്കെ പറയാം. യൽസഉൽ ബഊദു. തഅക്കുലുൽ ബിന്ദു. തഅക്കുലു അൽ ബിന്ദു പെൺകുട്ടി കഴിക്കുന്നു, കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഉദാഹരണങ്ങൾ 6 ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതിൽ ഓരോ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാൽ അതെല്ലാം ജുംല മുഫീദകളാണ്. പൂർണ്ണമായ ഒരാശയം നൽകുന്ന വാചകങ്ങളാണ് ഓരോന്നും. ആ ഓരോന്നും ഒരു ഫിഅലും ഒരു ഇസ്മും ചേർന്നതാണ്. ത്വാറൽ ഉസ്ഫൂറു. ത്വാറ എന്ന് പറഞ്ഞാൽ ഒരു ഫിഅലാണ്. ആ ഫിഅൽ മാലിയാണ്. മാലിയായ ഒരു ഫിഅലും അൽ ഉസ്ഫൂറു ഇസ്മാണ്. അത് പിന്നെ ഈ ഫിഅലും അതിൻ്റെ ഫാഇലും കൂടെ ചേർന്ന് ത്വാറൽ ഉസ്ഫൂറു. ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ കുരുവി, അത് പറന്നു എന്നാണ്. ജറൽ ഹിസാനു കുതിര ഓടി. ആ ജറ എന്നുള്ളതൊരു ഫിഅല്, അൽ ഹിസാനു എന്നുള്ളതൊരു ഇസ്മു. അങ്ങനെ ഓരോ ഉദാഹരണങ്ങളും അങ്ങനെ എടുത്ത് നോക്കിയാൽ നമുക്ക് അതൊരു ഫിഅലും ഇസ്മും ചേർന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ത്വാറ ജറ ലഇബ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഫിഅൽ മാലികളാണ്. മാലിയായ ഫിഅലുകളാണ്. കഴിഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞത്. യഊമു യൽസഉ തഅക്കുലു എന്നൊക്കെ പറഞ്ഞത് അത് മുലാരി ആണ്. ഒന്നുകിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്നതോ, അതാണല്ലോ മുലാരി. അപ്പോൾ അങ്ങനെ ഫിഅൽ മാലിയുള്ള ഉദാഹരണങ്ങളും ഉണ്ട്, മുലാരി ഉള്ള ഉദാഹരണങ്ങളും കൊണ്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടെ ഓടി എന്ന ക്രിയ ചെയ്തത് ഹിസാൻ എന്ന് പറയുന്ന ആ ഒരു ഇസ്മ, ആ കുതിരയാണ്. ഉസ്ഫൂർ എന്നുള്ള ആ ഒരു കുരുവി ത്വാറ എന്ന് പറയുന്നൊരു ഫിഅൽ ചെയ്തു. ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു. അത് കളിച്ചതാരാണ്? അൽ വലതു എന്നുള്ളതാണ്. അതുപോലെ നീന്തുന്നു എന്ന പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് മത്സ്യമാണ്. അപ്പോൾ ആ ക്രിയ ചെയ്ത ആളിനെയാണ് ഫാഇൽ എന്ന് പറയുന്നത്. ആ ഫാഇൽ ഇതിലേതൊക്കെയാണ്? ഉസ്ഫൂർ, ഹിസാൻ, വലത്, സമക്ക്, ബഊദ്, ബിന്ദ്. ഇതൊക്കെ എന്താണ്? ആ ക്രിയ ചെയ്ത ആൾക്കാരാണ്. ആ ക്രിയ ചെയ്ത ആൾക്കാരെ അറബിയിൽ പറയുന്ന പേര് ഫാഇൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഉദാഹരണങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ക്രിയ ആദ്യം പറയുകയും ക്രിയ ചെയ്ത ആളിനെ, കർത്താവിനെ, ഫാഇലിനെ രണ്ടാമത് പറയുകയും ചെയ്തതായിട്ട് കാണാം. അൽ ഉസ്ഫൂറു ത്വാറ എന്നല്ല പറഞ്ഞത്, ത്വാറൽ ഉസ്ഫൂറു. അറബിയിലെ ഒരു ക്രിയ, കർത്താവ്, കർമ്മം എന്ന നിലയിലേക്കാണ് വരുന്നത്. ആദ്യം ക്രിയ പറയുക എന്നുള്ളതാണ്. ഖലഖല്ലാഹു അള്ളാഹു സൃഷ്ടിച്ചു. ലഇബൽ വലതു കുട്ടി കളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇസ്മും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിലൊരു ഫിഅൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഈ ഫിഅലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ ഫിഅൽ ഓരോന്നും മർഫു ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. മർഫു എന്ന് പറഞ്ഞാൽ റഫ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ത്വാറൽ ഉസ്ഫൂറു റു റഫാണുള്ളത്. ജറൽ ഹിസാനു റഫാണ്. വലതു വലഇബൽ വലദ എന്ന് നമ്മൾ പറയത്തില്ല, വലദു എന്നേ പറയൂ. കാര്യം ക്രിയ ചെയ്ത ആൾ എപ്പോഴും മർഫു ആയിരിക്കും. അത് അറബിയിലെ ഒരു ശാശ്വതമായ ഒരു നിയമമാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടുത്തെ പ്രധാനപ്പെട്ട പോയിൻ്റ് അൽ ഫാഇൽ എന്നുള്ളതാണ്. ആ കായിദ, ആ കോളത്തിലുള്ളത് നോക്കൂ. അൽ ഫാഇലു കർത്താവ് എന്നാൽ ഇസ്മുൻ മർഫൂൻ, അതൊരു റഫ് ചെയ്യപ്പെട്ട ഇസ്മാകുന്നു. തഖദ്ദമഹു ഫിഅലുൻ, അതിൻ്റെ മുമ്പിൽ ഒരു ക്രിയ കടന്നു വന്നിട്ടുണ്ട്. ആ ഇസ്മ വദല്ല, അത് സൂചിപ്പിക്കുന്നു അല ഒന്നിൻ്റെ മേൽ, അല്ലദി ഫഅലൽ ഫിഅല, ഫിഅൽ ചെയ്തതിൻ്റെ ആ ഒരു ക്രിയ ചെയ്തതിനെ സൂചിപ്പിക്കുന്ന റഫ് ചെയ്ത ഇസ്മിനെയാണ് അൽ ഫാഇൽ എന്ന് പറയുന്നത്.
ആ ഉദാഹരണങ്ങൾ ആവർത്തിച്ച് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും ഉള്ളത് ഫാഇൽ എന്നാൽ അത് ഒരു ഇസ്മാണ്, അത് റഫ്ആണ്, അത് ഫിഅലിന് ശേഷം വരുന്നതാണ്. തഖദ്ദമഹു ഫിഅലുൻ, ഫാഇലിന് മുമ്പ് ഒരു ഫിഅല് കടന്നു വന്നിട്ടുണ്ടാകും. ഇതാണ് അൽ ഫാഇൽ. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദാംശങ്ങളുണ്ട്, അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇതാണ് അതിൻ്റെ ഖാഇദയും നിയമം. ഇനി അതിൻ്റെ തംരീനാത്തുകൾ നോക്കാം. ഈ ഉദാഹരണം പറഞ്ഞതെല്ലാം മനസ്സിലായില്ലേ? ഇനി അടുത്ത അതിൻ്റെ തംരീനാത്തുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ തംരീനാത്തുകൾ പേജ് നമ്പർ 24 കണ്ടോ? എടുത്തോ? ഒന്നാമത്തത് ഇസ്തഖ്രിജ് അൽ ഫാഇല മിൻ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആത്തിയത്തി. ഇസ്തഖ്രിജ്, നീ പുറത്ത് കൊണ്ടുവരണം, അതായത് നീ കണ്ടുപിടിക്കണം. അൽ ഫാഇല, ഫാഇലിനെ കണ്ടുപിടിക്കണം. മിൻ കുല്ലി ജുംലത്തിൻ, ഓരോ ജുംലയിൽ നിന്നും. മിനൽ ജുമലിൽ ആത്തിയത്തി, താഴെ വരുന്ന ഓരോ ജുംലകളിൽ നിന്നും ഫാഇലിനെ കണ്ടെത്തണം. ഉദാഹരണങ്ങൾ വായിക്കാം. സ്വാഹദ്ദീഖു, സ്വാഹ എന്ന് പറഞ്ഞാൽ കൂവിന, കോഴി കൂകുക. സ്വാഹ, വിളിക്കുക, ഉച്ചത്തിൽ വിളിക്കുക എന്നാണ് സ്വാഹദ്ദീഖു. വഖഫ സൗറു, സൗർ എന്ന് പറഞ്ഞാൽ കാളക്കുട്ടി എന്നാണ് അർത്ഥം, മൂരി എന്നൊക്കെ പറയത്തില്ല, കാള. വഖഫ സൗറു, കാള നിന്നു. ബക്കത്തിഫിലു, ബക്ക മീൻസ് കരയുക. ബക്കത്തിഫിലു, കുട്ടി കരഞ്ഞു. ജാഅ ത്വബീബു, ഡോക്ടർ വന്നു. ലഇബൽ ഔലാദു, കുട്ടികൾ കളിച്ചു. ലദഗ സുഅ്ബാനു, സുഅ്ബാൻ മീൻസ് പാമ്പെന്നാണ്. ലദഗ മീൻസ് കൊത്തുക, പാമ്പ് കൊത്തുക. അത് ലദഗ മീൻസ് ദംശിക്കുക, ബൈറ്റ് എന്നൊക്കെ പറയും. ലദഅ സുഅ്ബാനു, പാമ്പു കൊത്തി. ഇഷ്തഗല അൽ ആമിലു, ഇഷ്തഗല ജോലിയിൽ വ്യാപൃതനായി. അൽ ആമിലു, ആമില് പണിക്കാരൻ, ജോലിക്കാരൻ ജോലിയിൽ വ്യാപൃതനായി. സറഅ അൽ ഫല്ലാഹു, സറഅ മീൻസ് കൃഷി ചെയ്തു. അൽ ഫല്ലാഹു കൃഷിക്കാരൻ. ഹളറ അൽ ഗായിബു, ഹളറ ഹാജരായി. അൽ ഗായിബു, ഇവിടെ നിന്ന് അപ്രത്യക്ഷനായ ആൾ, പോയി മറഞ്ഞുപോയ ആൾ തിരികെ വന്നു, ഹാജരായി. ഇപ്പോൾ ഇത്രയും ജുംലകൾ നമ്മൾ വായിച്ചു. അതിനകത്തുനിന്ന് ഫാഇലിനെ കണ്ടെത്തണം. അപ്പോൾ ഫാഇലിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അത് ഇസ്മായിരിക്കും, അത് റഫ ആയിരിക്കും, ഫിഅലിന് ശേഷം വരുന്നതായിരിക്കും. വളരെ എളുപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സ്വാഹദ്ദീഖു, അതിൽ ഫാഇൽ ഏതാണ്? ദീഖു. വഖഫ സൗറു, ഏതാണ് സൗറ്? സൗർ ഏതാണ്? സൗർ എന്താണത്? ഫിഅലാണോ ഫാഇലാണോ? ഫാഇൽ. അപ്പോൾ ആ ഉദാഹരണങ്ങളെല്ലാം ഒന്നുകൂടെ വായിച്ചു നോക്കൂ. മനസ്സിലാവുന്നുണ്ടോ? ഇഷ്തഗലൽ ആമിൽ. ഇനി അടുത്തതിലേക്ക് പോകാമല്ലോ. 2 ഫാഇലൻ ലികുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആത്തിയത്തി. താഴെ കൊടുത്തിരിക്കുന്ന ഫിഅലുകൾക്ക് ഓരോന്നിനും, എല്ലാറ്റിനും എന്താണ്, ഒരു ഫാഇലിനെ വെച്ച് കൊടുക്കണം, ഫാഇലിനെ വെക്കണം. ല, നീ കൊണ്ടുവരണം, വെക്കണം. നബഹ, നബഹ എന്ന് പറഞ്ഞാൽ ഓരിയിട്ടു, കുരച്ചു എന്നൊക്കെയാണ് അർത്ഥം. നബഹ അതൊരു ഫിഅലാണ്. അപ്പോൾ അവിടെ ഒരു ഫാഇലിനെ വെച്ചൊരു വാചകം പറയാൻ പറ്റുമോ? പറയൂ. സഅലബ്, നബഹ സഅലബു, അല്ലെങ്കിൽ നബഹൽ കൽബു, എന്താണ്, ചെന്നായ കുരച്ചു. മനസ്സിലായില്ല? യൽഹഖു, യൽഹഖു ഫിഅൽ മുളാരിയാണ്, ചിരിക്കുന്നു അല്ലെങ്കിൽ ചിരിക്കും. അവിടെ ഒരു ഫാഇലിനെ കൊണ്ടുവരാൻ പറ്റുമോ? അതെങ്ങനെ പറയും കുട്ടി ചിരിക്കുന്നു? യൽഹഖുൽ വലദു. അപ്പോൾ ഓരോന്ന് ഇപ്പോൾ പറയണ്ട, ബുക്കിനകത്ത് എഴുതണം. ബക്ക യബ്കി, കരയുന്നു. നതഹ, നതഹ എന്ന് പറഞ്ഞാൽ കൊമ്പ് കൊണ്ട് കുത്തുന്നതിനാണ് നതഹ എന്ന് പറയുന്നത്. കുത്തി നീക്കുക, തട്ടി നീക്കുക എന്നൊക്കെയാണ് നതഹ. അവിടെ ഒരു നതഹ എന്ന് പറയുന്ന ഫെയിലിന് ശേഷം ഒരു ഫായിലിനെ വെച്ച് കൊടുക്കുക. യഷ്റബു, കുടിക്കുന്നു. ആത്തസ, ആത്തസ മീൻസ് തുമ്മുക എന്നാണ് പറയുന്നത്. തുമ്മുക, തുമ്മുന്നതിനാണ് ആത്തസ. ചീറ്റുക, തുമ്മുക എന്നൊക്കെയാണ് ആത്തസ എന്ന് പറയും. സാഫറ, യാത്ര ചെയ്യുന്നു.
യാത്ര ചെയ്തു. അഹ്തസ തുമ്മി, യഷ്റബു കുടിക്കുന്നു, സാഫറ യാത്ര ചെയ്തു, യർക്കബു കയറുന്നു. അപ്പോൾ അതിനകത്തൊക്കെ അപ്പോൾ 8 വാക്കുകളുണ്ട്, 8 ഫ്യോയിലുകളുണ്ട്. അതിനൊക്കെ ഫായിലിനെ വെച്ച് കൊടുക്കുക. ഫായിൽ വെക്കുമ്പോൾ യൽഹഖുൽ വലതു ആ ഇഅ്റാബ് അതിൻ്റെ ഹർക്കത്ത് വ്യക്തമാക്കി എഴുതണം. അടുത്തത് മൂന്നാമത്തത് ലഅൽ അസ്മാ അൽ ആതിയത ഫി ജുമലിൻ. ഈ പറയപ്പെട്ട വാക്കുകളൊക്കെ ഒരു ജുംലയിൽ വെക്കണം. ബിഹൈസു എപ്രകാരം എന്നാൽ യകൂനു കുല്ലു വാഹിദൻ മിൻഹ ഫായിലൻ. എന്താണ് ഈ താഴെ പറയുന്ന വാക്കുകളൊക്കെ ഫായിലാകുകയും വേണം. നേരത്തെ നമ്മൾ രണ്ടാമത്തെ തംരീനിൽ പറഞ്ഞത് നബഹ അൽ ഹഖ് എന്നൊക്കെ ഫിഅലുകളാണ്. ഇവിടെ പറയുന്നത് ഇസ്മുകളാണ്. ആ ഇസ്മുകൾക്ക് ഫായിലിനെ വെച്ചു കൊടുക്കണം. ഒന്നാമത്തത് തിൽമീദാണ്. തിൽമീദിനെ ഫായിലാക്കിയിട്ടൊരു വാചകം പറയണം. എന്താണ്? പറഞ്ഞു നോക്കൂ ഒരെണ്ണം. എദുറുസു തിൽമീദു കുട്ടി പഠിക്കുന്നു, അല്ലെങ്കിൽ ദറസ തിൽമീദു കുട്ടി പഠിച്ചു. ഇപ്പം കുട്ടി എവിടെയായി? ഫായിലായി. എന്തായി? ഫായിലായി. ഷെരിബൽ തിൽമീദു, കതബ തിൽമീദു, ഖറഅ തിൽമീദു, നാമ തിൽമീദു കുട്ടി ഉറങ്ങി, ഇസ്തൈഖല തിൽമീദു കുട്ടി ഉണർന്നു. അങ്ങനെ എന്ത് വേണേലും പറയാം. അപ്പം അത് ഓരോന്ന് ഇപ്പം പറയണ്ട, ബുക്കിനകത്ത് എഴുതാം, പിന്നെ നമുക്ക് നോക്കാം. അസാലബു ചെന്നായ, റജുലു പുരുഷൻ, സഫീനത്തുൻ കപ്പൽ, അന്നംല് ഉറുമ്പ്, നഹ്ലത്ത് തേനീച്ച, ഖാദിമ് സേവകൻ, ജുന്ത് പട്ടാളക്കാരൻ. ആ ഇസ്മുകളെയെല്ലാം എന്താക്കണം? ഒരു ഫിഇൽ അതിനോടൊപ്പം വെച്ചിട്ട് ഇതിനെ ഫായിലാക്കണം. മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് നാലാമത്തത് കവ്വിൻ മിനൽ കലിമാത്തില്ലാത്തിയത്തി ജുമലൻ മുഅല്ലഫത്തൻ മിൻ ഫിഇലിൻ വ ഫാഇലിൻ മുലായിമിൻ ലഹു. കവ്വിൻ മിനൽ കലിമാത്തില്ലാത്തിയ, താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ നിങ്ങൾ ആക്കണം, രൂപപ്പെടുത്തണം. ജുമലൻ ഒരു ജുംലകളിലാക്കണം. എങ്ങനെയുള്ള ജുംലയായിരിക്കണം? മുഅല്ലഫത്തൻ അത് കൂടിച്ചേർന്നതായിരിക്കണം. മിൻ ഫിഇലിൻ വ ഫാഇലിൻ മുലായിമിൻ ലഹു. മുലായിം എന്ന് പറയാൻ അനുപൂരകമായ, ചേരുന്നതായ, അതിനോട് ചേരുന്നതായ ഫിഇലും ഫാഇലും ചേർത്ത് ഈ വാക്കുകളെ, നൽകപ്പെട്ടിരിക്കുന്ന വാക്കുകളെ പൂർണ്ണമായ ഒരു ജുംലയാക്കി മാറ്റണം. അതിനകത്ത് ഫിഇലും നൽകിയിട്ടുണ്ട്, പിന്നെ ഇസ്മുകളും നൽകിയിട്ടുണ്ട്. സ്വഹല സ്വഹല എന്ന് പറഞ്ഞാൽ അർത്ഥം ചിനയ്ക്കുക മീൻസ് ഇങ്ങനെ തൊണ്ട അനക്കുന്നതിനാണ് സ്വഹല എന്ന് പറയുന്നത്. നത്വഹ കുത്തുക, തിൽമീദു കുട്ടി വിദ്യാർത്ഥി, ജമൽ ഒട്ടകം, താജിർ കച്ചവടക്കാരൻ, ഷക്ക ആവലാതി പറഞ്ഞു, ബാ വിറ്റു, ബാ എന്ന് പറഞ്ഞാൽ വിൽക്കുക, വേഗം നടക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ബറക്ക എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തുന്നതിനെയാണ് പറയുന്നത്. മരീൽ അൽ മരീൽ രോഗി, അൽ ഖറൂഫ് ആട്ടിൻകുട്ടി, അൽ ഹിസാൻ കുതിര, ഹഫിള എന്ന് പറഞ്ഞാൽ മനപ്പാഠമാക്കി, സൂക്ഷിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ മുഅല്ലഫത്തൻ മിൻ ഫിഇലിൻ വ ഫാഇലിൻ മുലായിമിൻ ലഹു, അതിനോട് ഫിഇലും ഫാഇലും ചേർത്തിട്ട് അതിനെ പിന്നെ ഒരു പൂർണ്ണവാചകത്തിലാക്കണം. ബാഅ താജിറു എന്താണ്? ബാഅ താജിറു, ബാഅ മീൻസ് കച്ചവടക്കാരൻ, ബാഅ താജിറു കച്ചവടക്കാരൻ കച്ചവടം ചെയ്തു. എന്തിനെന്ന് വേണമെങ്കിൽ പറഞ്ഞ് അതിന് കുറച്ചുകൂടെ വാചകത്തെ വലുതാക്കാൻ കഴിയും. നാമൽ മരീലു, എന്താണ്? മരീൽ രോഗി, നാമ ഉറങ്ങി. ഷക്കൽ വലതു, ഷക്ക മീൻസ് ആവലാതി പറഞ്ഞു, ആൺകുട്ടി ആവലാതി പറഞ്ഞു. അങ്ങനെ അതിന് പിന്നീട് നമുക്ക് വാചകത്തെ വലുതാക്കാം. അതിന് അടുത്തൊരു ക്ലാസ്സിലേക്ക് പഠിക്കാം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ഓക്കെ. ഇനി എൻ്റെ അടുത്തൊരു തംരീനോടുണ്ട്, അതിലേക്ക് കൂടെ പോകാം. പേജ് നമ്പർ 25. കവ്വിൻ സിത്ത ജുമലിൻ, 6 ജുംലകൾ ഉണ്ടാക്കണം. തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ, അതിലെ ഓരോന്നും ഉൾക്കൊള്ളണം. അല ഫാഇലിൻ, ഒരു ഫിഇൽ ഉണ്ടായിരിക്കണം. ഫിഇലുള്ള 6 ജുംലകൾ ഉണ്ടാക്കണം. വയക്കൂനുൽ ഫിഇലു മുദാരിഅൻ ഫി സലാസിൽ ഊല, അതിലെ ആദ്യത്തെ 3 ഉദാഹരണങ്ങളിൽ, ആകെ 6 വാചകങ്ങൾ ഉണ്ടാക്കുന്നതിൽ 3 എണ്ണത്തിൽ ഫിഇൽ മുദാരി ആയിരിക്കണം. മാദിയൻ ഫി സലാസിൽ
അസാനിയ രണ്ടാമത്തെ മൂന്നെണ്ണത്തിൽ മാതിയായതുമായിരിക്കണം. നിങ്ങൾക്ക് ഏത് വാചകം വെച്ചും ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ മുതാരിയായ 3 ക്രിയകളുള്ള 3 വാചകങ്ങളും മാതിയായ 3 ക്രിയകളുള്ള 3 വാചകങ്ങളും ഉണ്ടാക്കുക. അതാണ് 1. 5. ആറാമത്തേത് തംരീനുൻ ഫിൽ ഇൻഷാ എന്ന് പറഞ്ഞാൽ പുതിയതായി നമ്മൾ എഴുത്ത് പരിശീലനത്തിലൂടെ അതിനുവേണ്ടി വരുന്നൊരു എക്സർസൈസാണ്. അതായത് 5 ഹാത്തി ഹംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. മൗലൂഅഹ ആ ജുംലകളുടെ എല്ലാം വിഷയം അൽ ഫല്ലാഹ് എന്നുള്ളതായിരിക്കണം. ഫല്ലാഹ് എന്നുള്ളത് കൃഷിക്കാരൻ, അതായിരിക്കണം ആ വിഷയം. ഒരു ജുംലയുടെ വിഷയം, കേന്ദ്ര കഥാപാത്രം അതായിരിക്കണം. വജഅലിൽ ഫല്ലാഹ ഫാഇലൻ, എന്നിട്ട് ഫല്ലാഹിനെ ഫാഇലാക്കുകയും വേണം. ഉദാഹരണം ഞാൻ പറയാം. സറ അൽ ഫല്ലാഹു, ഫല്ലാഹ് എന്ത് ചെയ്തു? കൃഷി ചെയ്തു. പിന്നെ നാമൽ ഫല്ലാഹു, ഫല്ലാഹ് ഉറങ്ങി. അക്കലൽ ഫല്ലാഹു, ഫല്ലാഹ് ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ ഫല്ലാഹ് ഫാഇലായി ആയിരിക്കണം. മനസ്സിലായല്ലേ? അക്കലൽ ഷരിബൽ ഫല്ലാഹു അല്ലബന, ഫല്ലാഹ് പാല് കുടിച്ചു. അപ്പം മഫൂൽ ബിഹി എന്ന് പറയുന്ന അടുത്തൊരു പാഠം മഫൂൽ ബിഹി. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് 2 വാക്കുകൾ ചേർത്താൽ മതി. 5 വാചകങ്ങൾ ഉണ്ടാക്കണം. ഫല്ലാഹിന് കേന്ദ്ര കഥാപാത്രമായിരിക്കുകയും വേണം. ഇനി അടുത്തതുപോലെയാണ് ഫഅറത്ത്. ഹാത്തി ഹംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. അതിൻ്റെ വിഷയം ഫഅറത്ത്. ഫഅറത്ത് എന്ന് പറയുന്നത് എലി ആയിരിക്കണം. അതിൻ്റെ വിഷയം എലി. ആ എലി എന്തായിരിക്കണം? അതിൻ്റെ വജാലിൽ ഫഅറത്ത ഫാഇലൻ, ഫാഇലായിരിക്കണം. മനസ്സിലായോ? എലിയെ കേന്ദ്ര കഥാപാത്രമാക്കി 5 വാചകങ്ങൾ കൊണ്ടുവരിക. ചെയ്യാൻ പറ്റുമോ? ഫഅറത്ത് വരുന്നു, അത്രേ ഉള്ളൂ. ഫഅറത്ത് വരുന്നു, അതുകൊണ്ടാണല്ലോ അങ്ങനെ ആ ഡോട്ട് ഇട്ടേക്കുന്നത്. 5 ജുംലകൾ. ഫഅറത്ത് വരുന്ന 5 ജുംല, ഫല്ലാഹ് വരുന്ന 5 ജുംല. അതിൽ 5ലും ഫല്ലാഹ് ഫാഇലായിരിക്കുകയും വേണം. ഓക്കെ. ഇനി 7-മത്തേത് തംരീനുൻ ഫിൽ ഇഅ്റാബ്. അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. ഉദാഹരണം ഹളറൽ ഗായിബു, മറഞ്ഞു പോയ ആൾ എന്ന് പറഞ്ഞാൽ സ്ഥലത്തില്ലാതെ പോയ ആൾ ഹാജരായി. അപ്പോൾ അതിൻ്റെ ഇറാബ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ആ വാചകത്തെ നമ്മളൊന്ന് സ്കാൻ ചെയ്തിട്ട് എന്തൊക്കെയാണെന്ന് പറയണം. ഹളറ എന്ന് പറഞ്ഞാൽ ഫിഅ്ലു മാളി. അൽ ഗായിബ് എന്ന് പറഞ്ഞാൽ ഫാഇലുൻ മർഫൂഉൻ, ഫാഇലാണ്, മർഫൂആണ്. നമ്മളിനി വലിയ ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇറാബ് പറഞ്ഞു പോകും. ഒരു വാചകം കണ്ടാൽ ആ വാചകത്തിൽ ഓരോ വാക്കും ആ വാചകത്തിൽ എന്ത് ധർമ്മമാണ് നിർവഹിക്കുന്നത്, അതിൻ്റെ ഇറാബ് എന്താണെന്ന് വ്യക്തമാക്കി പറഞ്ഞു പോകണം. അതിന് ഈ തർക്കീബ് വയ്ക്കുക എന്നൊക്കെയാണ് സാധാരണ പള്ളി ദർസകളിലൊക്കെ പറയുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അറബി ഒരു വിഷയമേ അല്ല, എല്ലാം നമുക്ക് പഠിച്ച് പോകാൻ പറ്റും. ഹളറൽ ഗായിബു, ഹളറ ഫിഅ്ലു മാളി, മബ്നിയാണ്, ഫതഹൻ മേൽ മബ്നിയാണെന്നൊക്കെ വരുന്നുണ്ട്. അത് വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കും. 2-മത്തേത് യതീറു ദുബാബു, യതീറു പറക്കുന്നു, അൽ ദുബാബു ഈച്ച പറക്കുന്നു. യതീറു ഫിഅ്ലു മുളാരിഅാണ്. ദുബാബു എന്ന് പറഞ്ഞാൽ ഫാഇലുൻ മർഫൂഉൻ, മർഫൂആയ ഫാഇലാകുന്നു. ഈ ഒരു മോഡലിൽ താഴെ 2 വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഫാലൻ നഹ്റു, ഫാല ഒഴുകുന്നു, ഒഴുകി. ഫാലൻ നഹ്റു ഒഴുകി കഴിഞ്ഞു. ഫിഅ്ലു മാളി അൻ നഹ്റു, നെഹ്ർ എന്താണ് അത് പറയണം. ഇർബഹു താജിറു, റബഹ എന്ന് പറഞ്ഞാൽ ലാഭം നേടുക എന്നാണ്. റബിഹ. ഇർബഹു താജിറു, കച്ചവടക്കാരൻ ലാഭം കൊയ്യുന്നു, ലാഭം നേടുന്നു. അപ്പോൾ ഇർബഹു എന്താണ്, താജിർ എന്താണ് എന്നൂടെ പറയണം. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഈ ഫിഅ്ല് ഫാഇൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് അടുത്തൊരു ഇതിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അവസാനിപ്പിക്കല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും. അത് ഞാൻ നോക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. നേരിട്ട് ആ ബുക്ക് കൂടെ കാണുകയും വേണം ഇൻഷാ അല്ലാഹ്. ആ ബുക്ക് എനിക്ക് പിന്നെ നേരിട്ട് കാണാം, ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അലൈഹിസ്സലാം.